So, hi students, welcome to X and Y Learning. നമുക്ക് ക്ലാസ് 8 ഫിസിക്സിലെ കുറച്ച് പ്രോബ്ലംസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ പ്രോബ്ലംസിൻ്റെ തിയറിയും കൂടെ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടു മിറേഴ്സ് എം ഡാഷ് ആൻഡ് എം ഡാഷ് മീറ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ്. ആൻ ഇൻസിഡൻറ്റ് റേ ഫാൾസ് ഓൺ എം ഡാഷ് at an angle 40 degree as shown in the figure below. So നമുക്കിവിടെ എം ഡാഷും എം ഡാഷും എന്ന് പറഞ്ഞിട്ട് രണ്ട് മിറേഴ്സ് തന്നിട്ടുണ്ട്. ആൾസോ ഇതിൻ്റെ ആംഗിൾ എന്താണ്, 90 ഡിഗ്രിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കുന്നു, ഇവിടെ ഒരു ഇൻസിഡൻറ്റ് റേ വരികയാണ്, അതും എം ഡാഷിൽ 40 ഡിഗ്രി ഇൻസിഡൻറ്റ് ആംഗിളിലാണ് ഒരു റേ വന്ന് വീഴുന്നത്. ഇനി നമ്മളെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. What is the angle of reflection of the ray incident on m dash at an angle of 40 degree? So ഇവിടെ വന്ന റേൻ്റെ റിഫ്ലക്റ്റിംഗ് ആംഗിൾ എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ എ അതാണ്. ആൻഡ് ബി എന്താണ്, അറ്റ് വിച്ച് ആംഗിൾ ദ റേ റിഫ്ലക്റ്റഡ് ബൈ എം ഡാഷ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എം ഡാഷ്. സോ ഏത് ആംഗിളിലാണ് ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഇവിടെ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള റിഫ്ലക്റ്റഡ് റേ വരയ്ക്കാൻ പറയുന്നുണ്ട്. ആൻഡ് ഡ്രോ ദ റിഫ്ലക്റ്റഡ് റേ ഫ്രം എം ഡാഷ് ആൾസോ. സോ ഇവിടുന്നുള്ള റിഫ്ലക്റ്റഡ് റേയും വരയ്ക്കാൻ പറയുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇമേജിൻ്റെ ഈ റേ രണ്ട് റിഫ്ലക്ഷൻ നടക്കുന്ന ഫുൾ പാത്ത് ഡ്രോ ചെയ്യണം. അതുപോലെ രണ്ട് സ്ഥലത്തുള്ള ഇൻസിഡൻറ്റ് ആംഗിൾസും റിഫ്ലക്റ്റഡ് ആംഗിൾസും നമുക്ക് വരയ്ക്കണം. ആൻഡ് നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഇഫ് ആൻ ഒബ്ജക്റ്റ് എ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദീസ് ടു മിറേഴ്സ് ഹൗ മെനി ഇമേജസ് ആർ ഫോംഡ്. സോ നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് നോക്കാം. സോ നമ്മളുടെ റേ വരുന്നത് എം ഡാഷിൽ 40 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ് വരുന്നത്. സോ നമുക്കറിയാം ലോസ് ഓഫ് റിഫ്ലക്ഷൻ അനുസരിച്ച് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന റേ എത്ര ആംഗിൾ ആയിരിക്കും, 40 ഡിഗ്രി തന്നെ ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി, എം ഡാഷിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് പോയ റേയുടെ എന്ത് കിട്ടി, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ കിട്ടി. ഇനി ഇവിടെ നമുക്ക് എം ഡാഷിൽ എന്താ ആദ്യം വരയ്ക്കാം, ഒരു നോർമൽ വരയ്ക്കാം അല്ലേ. സോ നമുക്കിവിടെ ഏത് ആംഗിളിലാണ് വന്നിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം. സോ ഇവിടെ 40 ആണെങ്കിൽ നമുക്കറിയാം ഇത് 50 ഡിഗ്രി ആയിരിക്കും. സോ ഈ ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കും. സോ ഇവിടെ 50 ആൻഡ് ഈ ട്രയാങ്കിൾ എന്താണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ ദിസ് ഇസ് 90. സോ ഇതെന്തായിരിക്കും, 40 ആയിരിക്കും. അതുപോലെ തന്നെ ഇത് 50 ഡിഗ്രി ആയിരിക്കും. സോ നമ്മളുടെ എം ഡാഷിലെ ഇൻസിഡൻറ്റ് ആംഗിൾ എത്രയായി, 50 ആയി അല്ലേ. സോ ഇനി ഇവിടുന്ന് എന്ത് ചെയ്യും, ഇത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. സോ ഈ റിഫ്ലക്റ്റഡ് റേയുടെ ആംഗിൾ എത്രയായിരിക്കും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ഇതും എന്തായിരിക്കും, 50 ഡിഗ്രി. സോ നമ്മൾ ഈ റേ ഡയഗ്രാം മുഴുവൻ വരച്ചാൽ നമ്മളോട് ചോദിക്കുക നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. എം ഡാഷിലെ ആദ്യത്തെ ഇൻസിഡൻറ്റ് റേ തന്നിട്ടുണ്ട്, റിഫ്ലക്റ്റഡ് റേ നമുക്ക് കിട്ടി, അതുപോലെ എം ഡാഷിലേക്ക് അത് പോയി വീഴുന്നു. സോ അവിടെയുള്ള ഇൻസിഡൻറ്റ് റേ എത്രയാണ്, റിഫ്ലക്റ്റഡ് റേ എത്രയാണെന്നൊക്കെ നമുക്ക് ഇതിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ആൻ ഒബ്ജക്റ്റ് എ ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദീസ് ടു മിറേഴ്സ് ഹൗ മെനി ഇമേജസ് ഓഫ് എ ആർ ഫോംഡ്. സോ ഇവിടെ ഒരു എ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഇമേജ് ഫോം ചെയ്യുന്നു നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ എന്തുണ്ട്, എ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ട്. സോ നമുക്കറിയാം ഒരു രണ്ട് മിറേഴ്സ് തീറ്റ ഡിഗ്രി ആംഗിളിൽ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ നമുക്ക് 360/θ - 1 ചെയ്താൽ എന്ത് കിട്ടും, നമ്പർ ഓഫ് ഇമേജസ് ഫോം ചെയ്ത് കിട്ടും. സോ ഇവിടെ തീറ്റ എത്രയാണ്, 90 ആണല്ലേ. സോ 360/θ എന്ന് പറയുമ്പോൾ 360/90 അത് എത്രയായിരിക്കും, 4 ആയിരിക്കും. സോ 4 - 1 അതായത് 3 ഇമേജസ് ഫോം ചെയ്യും. അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ആലോചിച്ചാൽ തന്നെ അറിയാം, ഈ മിററിന് ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും, അതുപോലെ ഈ മിററിന് ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും. അതുപോലെ ഈ ഒബ്ജക്റ്റ് ഇതൊരു ഒബ്ജക്റ്റായിട്ട് ഈ മിററിന് ഇതൊരു ഒബ്ജക്റ്റായിട്ട് മാറുമ്പോൾ എന്താവും, ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും. സോ തിരിച്ചാണെങ്കിൽ ഇവിടെ കോയിൻസൈഡ് ചെയ്യും. സോ 3 ഇമേജസ് ആണ് എന്ത് സംഭവിക്കുക, ഇവിടെ ഫോം ചെയ്യുക. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യു മൈറ്റ് ഹാവ് സീൻ ദാറ്റ് ദ വേർഡ് ആംബുലൻസ് ഈസ് റിട്ടൺ ഇൻവേർട്ടഡ് ഓൺ ദ ഹോസ്പിറ്റൽ വാൻ ടു കൺവേ ദ വെഹിക്കിൾ ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ദാറ്റ് ഈസ് ആൻ ആംബുലൻസ്. ഇറ്റ് ഫോളോസ് ദ ഫെനോമിനോൺ. അതായത് ഇപ്പോൾ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള ആംബുലൻസ് വാഹനങ്ങളുടെ പേര് ആംബുലൻസ് എന്ന് തല തിരിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്? ഇപ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടല്ലേ.
സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നതെന്ന് ചോദിക്കുന്നത്. സോ നമ്മളുടെ ആംബുലൻസ് പോലുള്ള വാഹനങ്ങൾ നമ്മളെ പിന്നിൽ നിന്ന് വരുമ്പോൾ നമ്മളുടെ മിററിൽ നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും, ഇത് ഇൻവേർട്ടഡ് ആയിട്ടാണ് കാണുക. അതിനെന്താ പറയാം, ലാറ്ററൽ ഇൻവേർഷൻ എന്നാണ് പറയാം. സോ നമ്മൾ മുന്നിലുള്ള വാഹനമാണെന്ന് വിചാരിക്കുക. സോ നമ്മളുടെ ഒരു മിററിൽ ഈ വേർഡ് എങ്ങനെയാണ് കാണുക, നേരെ തിരിച്ച് ആംബുലൻസ് എന്നാണ് കാണുക. സോ അത് പെട്ടെന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആംബുലൻസിൽ ഇത് തല തിരിച്ച്, അതായത് ലാറ്ററൽ ഇൻവേർട്ടഡ് ആയിട്ട് എഴുതുന്നതുകൊണ്ട് നമുക്ക് നേരെ ആംബുലൻസ് എന്ന് വായിക്കാൻ പറ്റും. സോ ലാറ്ററൽ ഇൻവേർഷൻ ആണ് ഇതിൻ്റെ റീസൺ. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ ഈസ്, ഫ്രിക്ഷൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നാണ് നമ്മുടെ ചോദിച്ചത്. സോ നമുക്കറിയാം രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ കോണ്ടാക്റ്റ് വരുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സാണ് എന്ത്, ഫ്രിക്ഷണൽ ഫോഴ്സ്. സോ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കിത് നോക്കാം. ഇറ്റ് എനേബിൾസ് അസ് ടു വാക്ക് ഓൺ ദ ഗ്രൗണ്ട്, അതായത് നമുക്ക് ഗ്രൗണ്ടിൽ നടക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ നമുക്കറിയാം ഇപ്പോൾ ഭയങ്കര ഓയിലി ആയിട്ട് ഭയങ്കര എണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു പ്രതലം, ഒരു സർഫസ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ നടക്കുമ്പോൾ എന്ത് ചെയ്യും, തെന്നിപ്പോവും, നമുക്ക് നടക്കാൻ കഴിയില്ല. സോ നമ്മളെ നടക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, അഡ്വാൻറ്റേജ് ആണിത്. സോ ഓപ്ഷൻ എ എന്താണ്, ഒരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്, ഇറ്റ് കോസസ് മാച്ച് സ്റ്റിക്ക് ടു ലിറ്റ് അപ്പ്, അതായത് മാച്ച് സ്റ്റിക്ക്, അതായത് തീപ്പെട്ടി കത്തിക്കാൻ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണല്ലേ. സോ നമ്മൾ തീപ്പെട്ടിയുടെ ആ കൂടിലേക്ക് ഒരു ഒരു മാച്ച് സ്റ്റിക്ക് നമ്മൾ ഉരയ്ക്കുമ്പോൾ എന്താണ്, ഫ്രിക്ഷൻ കൊണ്ടാണ് അവിടെ ഹീറ്റപ്പ് ആവുന്നതും അത് കത്തുന്നതും. സോ ഇതെന്താണ്, ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ. സോ അവിടെ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തീപ്പെട്ടി കത്തിക്കാൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം, ഇറ്റ് കോസസ് വെയർ ആൻഡ് ടയർ ഇൻ മെഷീൻസ്, മെഷീനുകളിൽ വെയർ ആൻഡ് ടയർ സംഭവിക്കുക, അതായത് ഒരുപാട് നേരം അല്ലെ ഒരുപാട് കാലം പ്രവർത്തിക്കുന്ന മെഷീൻസ് ഘർഷണം, അതായത് ഫ്രിക്ഷൻ കൊണ്ട് എന്ത് സംഭവിക്കും, കേടുപാടുകൾ സംഭവിക്കും. സോ ഇതെന്താണ്, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ നമ്മളെ കാറുകൾ അല്ലെ ബൈക്കുകളിലൊക്കെ ടയറുകൾ നമ്മൾ മാറ്റുന്നത് എന്തുകൊണ്ടാണ്, റോഡിനോടുള്ള ഫ്രിക്ഷൻ കൊണ്ട് അത് തേങ്ങി പോകുന്നതുകൊണ്ടാണ് അല്ലേ. സോ ഫ്രിക്ഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഇറ്റ് കോസസ് വെയർ ആൻഡ് ടയർ ഇൻ മെഷീൻസ്. നമുക്ക് നാലാമത്തെ ഓപ്ഷനും കൂടെ നോക്കാം, അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ എന്ന്. ഇറ്റ് അലൗസ് ദ വെഹിക്കിൾ ടു മൂവ് ഓൺ റോഡ്സ്, അതായത് റോഡുകളിൽ വെഹിക്കിളിന് മൂവ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ നടക്കുന്ന പോലെ തന്നെ റോഡുകളിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് എന്ത്, വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. സോ ഇതും എന്താണ്, ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ് ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഒബ്സർവ് ദ ഗ്രാഫ് ബിറ്റ്വീൻ ദ അപ്ലൈഡ് ഫോഴ്സ് ഓൺ ദ സ്പ്രിംഗ് ബാലൻസ് ആൻഡ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഗിവൺ ബിലോ. Why the magnitude of dynamic friction is slightly lesser than the magnitude of limiting friction. So നമുക്ക് എന്താ ഇവിടെ സംഭവിക്കുന്നത്, ഞാനൊരു ഒബ്ജക്റ്റ് വലിക്കാന്ന് വിചാരിക്കുക ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള. സോ അത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുകയാണ്, അനങ്ങാതെ നിൽക്കുകയാണ്. ഞാൻ ഫോഴ്സ് കൂട്ടി കൊണ്ടുവന്നു, ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എന്താണ്, അത് മൂവ് ചെയ്യാൻ തുടങ്ങി. സോ ഈ കേസിലുള്ളൊരു ഫ്രിക്ഷൻ ഒരു ഗ്രാഫാണ് വരച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. സോ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ അപ്ലൈഡ് ഫോഴ്സ്, ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഫ്രിക്ഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ഫോഴ്സ് കൂട്ടി കൊണ്ടുവരുമ്പോൾ എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടി വരുന്നു. സോ ഇതൊക്കെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് സ്റ്റാറ്റിക് ആണ്. സോ ആ സമയത്തുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിന് നമ്മൾ എന്ത് പറയും, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. സോ അത് കൂടി ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഒബ്ജക്റ്റ് നീങ്ങാൻ തുടങ്ങി. ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടി വരികയാണ്, പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന് കുറച്ച് താഴേക്കുള്ള വാല്യൂ, ഫ്രിക്ഷൻ ഒന്ന് കുറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു കോൺസ്റ്റൻറ്റ് ഡൈനാമിക് ഫ്രിക്ഷനിലേക്ക് പോകുന്നത്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ലിമിറ്റിനേക്കാളും കുറച്ച് താഴെയാണ് എന്ത്, ഡൈനാമിക് ഫ്രിക്ഷൻ. സോ എന്തുകൊണ്ടാണ് അവിടെ ഒരു സ്ലൈറ്റ് ചേഞ്ച് ഉള്ളത്, ഇപ്പോൾ ഒരു ഫ്രിക്ഷൻ കൂടി ഒരു സ്റ്റേജ് എത്തി പിന്നെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു എന്നല്ല, അവിടെ നിന്ന് താഴേക്ക് വന്നിട്ടാണ് ഡൈനാമിക് ഫ്രിക്ഷൻ സംഭവിക്കുന്നത്. സോ ഇതെന്തുകൊണ്ടാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കാം, ഇപ്പോൾ ഗിവൺ സർഫസിൽ ഇപ്പോൾ നമ്മളെ എക്സാമ്പിൾ സ്ലൈഡിങ് ഫ്രിക്ഷൻ ഈസ് സ്ലൈറ്റ്ലി ലെസർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സോ സ്ലൈഡിങ് ഫ്രിക്ഷൻ, അതായത് ഡൈനാമിക് ഫ്രിക്ഷൻ എന്താണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാൾ കുറച്ച് കുറവാണ്. സോ എന്താണ്, ഇറ്റ് ഈസ് ഈസിയർ ടു മൂവ് ദ ഒബ്ജെക്ട് ദാറ്റ് ഈസ് ഓൾറെഡി ഇൻ മോഷൻ ദാൻ ദ ഒബ്ജെക്ട് അറ്റ് റെസ്റ്റ്. അതായത് റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് എന്ത്, മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുന്നത്. സോ റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിന് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടി വരുമ്പോൾ അവിടെ ഇന്റർമോളിക്കുലർ ലോക്കിംഗ് ഉണ്ടാവാൻ സംഭവിക്കുന്നത്. പക്ഷേ സഡൻലി അത് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താണ്, അവരുടെ തമ്മിലുള്ള കോണ്ടാക്ട് കുറയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഫ്രിക്ഷൻ സ്ലൈറ്റ്ലി ലെസ് ആവുന്നത്. സോ ഇതാണ് നമ്മളുടെ ഗ്രാഫിലുള്ള ലിമിറ്റിക് ഫ്രിക്ഷനേക്കാളും കുറച്ചുകൂടെ കുറവായിട്ട് ഡൈനാമിക് ഫ്രിക്ഷൻ വരാൻ കാരണം. ആൾസോ ഒരു എക്സാമ്പിളും കൂടെ പറയും. ഇൻ അതർ വേർഡ്സ്, നമ്മളൊരു കാറ് പുഷ് ചെയ്യാൻ ശ്രമിക്കുക, ഒരു കാറ് തള്ളാൻ ശ്രമിക്കുമ്പോൾ വി നീഡ് മോർ ഫോഴ്സ്. നമ്മൾ കാറ് ഒരു മോഷനിലേക്ക് എത്തിക്കാൻ എന്ത് വേണം, നമുക്ക് കൂടുതൽ ഫോഴ്സ് വേണം
ദാൻ ടു പുഷ് എ കാർ ദാറ്റ് ഈസ് ഓൾറെഡി ഇൻ മോഷൻ. അതായത് മോഷനിലുള്ള കാർ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാർ തള്ളുന്നതിനേക്കാളും നമുക്ക് കൂടുതൽ ഫോഴ്സ് അത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുമ്പോൾ മൂവ് ചെയ്യാൻ വേണം. സോ ഇതാണ് ഡൈനാമിക് ഫ്രിക്ഷൻ ഈസ് സ്ലൈറ്റ്ലി ലെസർ ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നതിൻ്റെ റീസൺ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒക്കെ എന്താണ്, യൂണിറ്റ്സും മെഷർമെൻറ്റ്സും ഒക്കെ റിലേറ്റഡ് ആണ്. യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി ഈസ്, അതായത് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ നമ്മളിത് എന്ത് ചെയ്യണ്ട, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് വോളിയത്തിൻ്റെ മാസ് അല്ലെങ്കിൽ മാസ് ബൈ വോളിയം, അതായത് മാസ് ടു വോളിയം റേഷ്യോ ആണ് എന്ത്, ഡെൻസിറ്റി. സോ നമ്മൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് എഴുതും. സോ മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ് അല്ലേ. അതുപോലെ വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ്. സോ നമ്മൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് എന്ത് എഴുതുക, ഡെൻസിറ്റി എഴുതുക. സോ മീറ്റർ പെർ സെക്കൻഡ് അല്ല, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ആൻസർ. അതുപോലെ മീറ്റർ പെർ സെക്കൻഡ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലേ, അപ്പോൾ വെലോസിറ്റിൻ്റെ ഒരു യൂണിറ്റ് ആണ്. അതുപോലെ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു മീറ്റർ, ഡിസ്റ്റൻസ് ആണ്. സോ അതെന്താണ്, വർക്ക് അല്ലെ എനർജിയുടെ ഒക്കെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ. ഈ ഡാഷ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ മെഷർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. അതായത് മെഷർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, അതിൻ്റെ മെഷർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. സോ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ആണ്. സബ്സ്റ്റൻസിൻ്റെ മാസിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിൻ്റെ മെഷർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ. സോ മാസ് ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ. സോ മേലത്തത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ ഡാഷ് ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റി ആണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ദൂരം അല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ദൂരം. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇവിടെ എ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 10 മീറ്റർ ആണ് ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കുക. സോ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ 10 മീറ്റർ ടുവാർഡ്സ് ബി ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതായത് ഒരു യൂണിറ്റും എന്താ ഒരു ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റിയാണ് എന്ത്, ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മുടെ 4th ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്റ്റൻസ്, സ്പീഡ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, ആക്സലേഷൻ ഉണ്ട്. സോ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതായത് സ്പീഡിന് ഡയറക്ഷൻ ഇല്ല, ഡിസ്റ്റൻസിന് എന്തില്ല, ഡയറക്ഷൻ ഇല്ല. സോ ഡിസ്റ്റൻസ് ബൈ ടൈമിന് എന്തില്ല, ഡയറക്ഷൻ ഇല്ല. അതൊരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ് സ്പീഡ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറയുമ്പോൾ എന്താണ്, വെലോസിറ്റി ആണ്. സോ വെലോസിറ്റി ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. സോ നമ്മുടെ ആൻസർ എന്താണ്, വെലോസിറ്റി. സോ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ യൂണിറ്റ് ടൈം ആണ് എന്ത്, ആക്സലറേഷൻ. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ കാർ ഇൻ 30 സെക്കൻഡ് ഇഫ് ഇറ്റ് ഈസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 15 മീറ്റർ പെർ സെക്കൻഡ്. സോ ഒരു വെലോസിറ്റിയിൽ 15 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന കാറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിക്കുന്നത്. എത്ര സെക്കൻഡ് ഉണ്ട്, 30 സെക്കൻഡ് ഉണ്ട് അല്ലേ. സോ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. സോ വെലോസിറ്റി എത്ര നമുക്ക് തന്നിട്ടുള്ളത്, 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുള്ളത്, ഇൻറ്റു എത്ര ടൈമാണ്, 30 സെക്കൻഡിൽ അല്ലേ. സോ 3 15s are 45. സോ 450 മീറ്റർ എന്ത് ചെയ്യും, ഈ കാറ് മൂവ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു സെക്കൻഡിൽ 15 മീറ്റർ വെച്ച് മൂവ് ചെയ്യുന്ന ഒരു കാറാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 30 സെക്കൻഡ് കൊണ്ട് എത്രയാവും, 30 ടൈംസ് 15 ആയിരിക്കും. സോ 450 മീറ്റേഴ്സ് എന്ത് ചെയ്യും, ഈ കാറ് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഡിഫൈൻ റിട്ടാർഡേഷൻ, റൈറ്റ് 2 എക്സാമ്പിൾസ്. സോ റിട്ടാർഡേഷൻ എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി, ഒരു കാറ് മൂവ് ചെയ്യുന്നു, അതിൻ്റെ വെലോസിറ്റി കൂടിക്കൂടി വരികയെന്ന് വിചാരിക്കുക. അതായത് വെലോസിറ്റി ഇൻക്രീസിങ് ആണെന്ന് വിചാരിക്കുക. സോ നമ്മൾ അതിനെന്ത് വരും, ആക്സലറേറ്റഡ് മോഷനാണ്. സോ പൊതുവെ പോസിറ്റീവ് വാല്യൂ ഓഫ് ആക്സലറേഷൻ ആണ് നമ്മൾ എന്ത് പറയുക, ആക്സലറേറ്റഡ് മോഷൻ എന്ന്. അതുപോലെ ഒരു വെലോസിറ്റി, ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരുമ്പോൾ നമ്മൾ എന്താ പറയുക, അത് റിട്ടാർഡേഷനിലാണ്, അതായത് നെഗറ്റീവ് ആക്സലറേഷനിലാണ്. സോ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വെൻ ദ വെലോസിറ്റി ഈസ് ഡിക്രീസിങ്. അതായത് വെലോസിറ്റി കുറയുമ്പോൾ ഉള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി നമ്മൾ എന്ത് പറയാം, റിട്ടാർഡേഷൻ എന്ന് പറയാം. ആൻഡ് റൈറ്റ് 2 എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, അതായത് വെലോസിറ്റി കുറഞ്ഞു വരുന്ന ഏത് സാഹചര്യങ്ങളും നിങ്ങൾക്ക് എഴുതാം.
സോ ഒരു ഉദാഹരണം ട്രെയിൻ ഒരു സ്റ്റേഷനിലേക്ക് വന്ന് നിൽക്കുമ്പോൾ, അതായത് ഒരു ഇത്ര സ്പീഡിൽ 60 km/h or 80 km/h സ്പീഡിൽ ഒരു ട്രെയിൻ വന്ന് ഒരു സ്റ്റേഷനിൽ സീറോയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ എന്താണ്, റിട്ടാർഡേഷനിലാണ് എന്ന് നമുക്ക് പറയാം. ഇതുപോലെ തന്നെ നമ്മളൊരു കല്ലോ ഒരു ബോളോ മേലോട്ട് എറിയാന്ന് വിചാരിക്കാം. സോ നമ്മൾ എറിയുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ട് ഇനീഷ്യലി, ആൻഡ് അതെന്ത് ചെയ്യും, മേലെ എത്തിയിട്ട് വെലോസിറ്റി 0 ആവും. സോ വെലോസിറ്റി 0 ആകുമ്പോൾ ഈ മോഷൻ എന്താണ്, റിട്ടാർഡേഷനിലാണ്. ആക്സിലേഷൻ അതായത് വെലോസിറ്റി കുറഞ്ഞു വരികയാണ്, നെഗറ്റീവ് ആക്സിലേഷനാണ്. സോ ഒരു ബോൾ ത്രോയിങ് അപ്പ് നമുക്ക് എന്തായിട്ട് എഴുതാം, റിട്ടാർഡേഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതാം. അതുപോലെ ഒരു ട്രെയിൻ അറൈവിങ് അറ്റ് എ സ്റ്റേഷനും നമുക്ക് എന്ത് ചെയ്യാം, റിട്ടാർഡേഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ആൻഡ് എ ബോയ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബോയ് വെയ്സ് 500 Newton. He is wearing shoes with a total area of 0.02 meter square. What pressure does he exerts on the floor? അതായത് ഇവിടെ നമുക്കൊരു വെയിറ്റ് തന്നിട്ടുണ്ട്, അതായത് ന്യൂട്ടണിലാണ്. സോ ഇറ്റ്സ് എ ഫോഴ്സ് ആൻഡ് നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. സോ നമ്മളോട് എന്താ വെച്ചിട്ടുള്ളത്, പ്രഷർ അയച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. സോ ദാറ്റ് ഈസ് ഫോഴ്സ് എത്രയാണ്, 500 Newton ബൈ 0.02 meter square. സോ നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്ത് 5 × 10⁻²2 ആണ് മേലെ, അതുപോലെ 2 × 10⁻⁻² ആണ്. ആൻഡ് 5/2 എത്ര, 2.5 × 10⁻⁴ Newton/meter². സോ ഇതാണ് എന്ത്, ഇവിടെയുള്ള പ്രഷർ. സോ ഇതിനെ നമുക്ക് 25 kN/m² എന്ന് എഴുതാം. സോ നമ്മൾ പ്രഷർ കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞില്ല. സോ പ്രഷർ എന്താണ്, ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ ആണ്. അതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷൂസിൻ്റെ ടോട്ടൽ ഏരിയ, അതായത് 2 ഷൂവിൻ്റെ കൂടെ ടോട്ടൽ ഏരിയ തന്നിട്ടുള്ളത്. സോ നമ്മൾ അതിനെ ഡബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ടോട്ടൽ ഏരിയ തന്നിട്ടുണ്ട്, ടോട്ടൽ ഫോഴ്സ് തന്നിട്ടുണ്ട്. സോ ഇത്ര ഒരു ഏരിയയിൽ, ഏരിയയിൽ എഫ് ഫോഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ്, F/A ചെയ്താൽ അവിടുത്തെ പ്രഷർ കിട്ടും. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്യാൻ സൗണ്ട് ട്രാവൽ ത്രൂ മൂൺ? വിൽ യു ബി ഏബിൾ ടു ഹിയർ എനി സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ മൂൺ? അതായത് സൗണ്ട് മൂണിൽ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റുമോ അതോ നമുക്ക് കേൾക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സൗണ്ടിന് മീഡിയം ഇല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മൂണിൽ എന്തില്ല, അറ്റ്മോസ്ഫിയർ ഇല്ല. അതായത് ഒരു നമ്മളെ എർത്തിനുള്ള ഒരു ഗ്യാഷ്യസ് എൻവലപ്പ് പോലെ ഒരു അറ്റ്മോസ്ഫിയർ എന്തില്ല, മൂണിലില്ല. സോ സൗണ്ട് വേവ്സ് നീഡ് എ മീഡിയം ടു പ്രൊപ്പഗേറ്റ്. നമ്മൾ പറഞ്ഞ പോലെ സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ മീഡിയം മസ്റ്റ് ആണ്. സിൻസ് ദർ ഈസ് നോ അറ്റ്മോസ്ഫിയർ ഓൺ ദ മൂൺ, മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതുകൊണ്ട് ദർ വിൽ ബി നോ മീഡിയം ഫോർ സൗണ്ട് ടു ട്രാവൽ ചെയ്യാൻ സൗണ്ടിന് സാധിക്കില്ല. ദെർഫോർ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ മൂൺ കനോട്ട് ബി ഹെർഡ്. അതായത് മൂണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ആൻഡ് താങ്ക് യു.